एकदन्तं महाकायं तप्तकाञ्चनसन्निभं लम्बोदरं विशालाक्षं वन्देऽहं गणनायकम्। बुद्धिं देहि यशो देहि कवित्वं देहि देहि मे मूढत्वं संहरा देवी त्राहि मां शरणागतम्। ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. നമസ്കാരം, എല്ലാവർക്കും ഋതം ഓഫ് ലവിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഭഗവത്ഗീതയിലെ ആദ്യത്തെ അധ്യായത്തിലെ 13ാമത്തെ ശ്ലോകം നോക്കാം. തദശംഖാശ്ച ഭേര്യശ്ച പണവാനഘോമുഖാ സഹസൈവാഭ്യഹന്യന്ത സശബ്ദസ്തുമുലോഭവത്. തതഃ ശംഖാശ്ച ഭേര്യശ്ച ഭേര്യഃ ച പണവാനഘോമുഖാഃ സഹസൈവാഭ്യഹന്യന്ത സഹസ ഏവ അഭ്യഹന്യന്ത എന്ന് പിരിച്ച് പറയണം. ചേർത്ത് പറയുമ്പോഴാണ് സഹസൈവാഭ്യഹന്യന്ത എന്ന് പറയുന്നത്. സശബ്ദസ്തുമുലോ ഭവത്. സ ശബ്ദഃ തുമുലഃ. ആ ശബ്ദസ്തുമുലോ എന്നുള്ളതിന് നമ്മൾ പിരിച്ചു പറഞ്ഞു. ശബ്ദഃ തുമുലഃ ശബ്ദസ്തുമുലോ ഭവത്. തതഃ പിന്നെ ശംഖാശ്ച ശംഖുകളും ഭേര്യഃ ച ചെണ്ടകളും പണവാനക ഘോമുഖാഃ പണവങ്ങളും അതായത് പെരുമ്പറകൾ ഗോമുഖങ്ങളും സഹസ ഏവ പെട്ടെന്നു തന്നെ അഭ്യഹന്യന്ത ഒരേ സമയത്ത് മുഴക്കപ്പെട്ടു. സ ശബ്ദഃ ആ ശബ്ദം തുമുലഃ ഒന്നിച്ചു ചേർന്ന ആഘോഷമായി എല്ലാ ദിക്കിലും നിറഞ്ഞതായി അഭവത് ഭവിച്ചു. ഇവിടെ എന്താ പറയുന്നത്? കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു ഭീഷ്മ പിതാമഹൻ തൻ്റെ ശംഖെടുത്ത് മുഴക്കി എന്ന്. യുദ്ധത്തിന് മുന്നോടിയായിട്ട് ശംഖം മുഴക്കുന്ന ഒരു ചടങ്ങുണ്ട്. അത് ആര് മുഴക്കി? ഭീഷ്മർ മുഴക്കി. തുടർന്ന് ശംഖുകളും ചെണ്ടകളും അതുപോലെ തന്നെ പെരുമ്പറകളും എല്ലാം തന്നെ മുഴക്കി. എല്ലാം കൂടെ ഒരു കോലാഹലം തന്നെയായിരുന്നു ആ കൗരവപക്ഷത്തു നിന്നും ഉണ്ടായിരുന്നത്. ഇതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഈ ശ്ലോകം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി അടുത്ത ദിവസം നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.